നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴ നഗരസഭ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടത്തി. UDFിലെ ജോയിസ് മേരി ആന്റണി ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. 20 വോട്ടുകൾ നേടിയാണ് വിജയം. നഗരസഭ വൈസ് ചെയർമാനായി UDFിലെ PM അബ്ദുൽ സലാം. 20 വോട്ടുകൾ നേടിയാണ് മുസ്ലിം ലീഗ് അംഗം അബ്ദുൽ സലാം വിജയിച്ചത്. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് UDFിന്റെ നേതൃത്വത്തിൽ വിജയാഘോഷം നടത്തി. നഗരസഭാ കാര്യാലയത്തിൽ നിന്ന് ആരംഭിച്ച റാലി നെഹ്റു പാർക്കിൽ സമാപിച്ചു. ചെണ്ടമേളങ്ങൾ അകമ്പടിയായി. തൃക്കളത്തൂർ ചിറ സഹസ്ര സരോവർ പദ്ധതി കാടുകയറുന്നു. 87 ലക്ഷം രൂപ ഉപയോഗിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് കാടുകയറുന്നത്. നവീകരണം ഉടനെയെന്ന് പഞ്ചായത്ത് അധികൃതർ. മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി അഡ്വക്കേറ്റ് CK ആരിഫ്, സെക്രട്ടറിയായി അഡ്വക്കേറ്റ് അജിത് LA എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴ നഗരസഭയുടെ 13ാമത് ചെയർപേഴ്സണായി സത്യപ്രതിജ്ഞ ചെയ്ത ജോയിസ് മേരി ആന്റണി രാഷ്ട്രീയ മതജാതി ചിന്തകൾക്ക് അതീതമായി മൂവാറ്റുപുഴ നഗരസഭയുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരുപോലെ പ്രാധാന്യം നൽകി പ്രവർത്തിക്കുമെന്ന് ജോയിസ് മേരി ആന്റണി. മൂവാറ്റുപുഴ നഗരസഭയിൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടത്തി. 30 സീറ്റുകളിൽ 19 സീറ്റും നേടി ഭരണമുറപ്പിച്ച UDFിന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി 24ാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ജോയിസ് മേരി ആന്റണിയെ 9ാം വാർഡ് കൌൺസിലർ അബ്ദുൽ സലാം നിർദ്ദേശിച്ചു. 7ാം വാർഡ് അംഗം അസംബീഗം അബ്ദുൽ സലാമിന്റെ നിർദ്ദേശത്തെ പിന്താങ്ങി. 28ാം വാർഡ് കൌൺസിലർ രജനി ടീച്ചർ LDFിന്റെയും 20ാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന രാജശ്രീ രാജു NDAയുടെയും ചെയർപേഴ്സൺ സ്ഥാനാർത്ഥികളായി. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ 20 വോട്ടുകൾ നേടിയാണ് UDFിലെ ജോയിസ് മേരി ആന്റണി മൂവാറ്റുപുഴ നഗരസഭ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ജോയിസ് മേരി ആന്റണി മൂവാറ്റുപുഴ നഗരസഭ ചെയർപേഴ്സണായി സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റെടുത്തു. ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന ദൈവനാമത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. മൂവാറ്റുപുഴ DEO സലാവുദ്ദീൻ പുല്ലത്ത് തെരഞ്ഞെടുപ്പിൽ വരണാധികാരിയായി. നഗരസഭയുടെ 13ാമത്തെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ജോയിസിനെ മാത്യു കുഴൽനാടൻ MLAയും മുൻ MLA ജോസഫ് വാഴക്കിനും മുൻ നഗരസഭാ ചെയർപേഴ്സൺ PP ഇൽദോസും പാർട്ടി അംഗങ്ങളും ചേർന്ന് ഷാളണിയിച്ച് സ്വീകരിച്ചു. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു കൗൺസിൽ അത് ഏത് തന്നെയായിരുന്നാലും അത് പാർലമെന്റ് ആണെങ്കിലും നിയമസഭയാണെങ്കിലും നഗരസഭയാണെങ്കിലും കോർപ്പറേഷൻ ഏതാണെങ്കിലും പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി പ്രവർത്തിക്കാനും പ്രതിപക്ഷത്തെ കൂടി കേൾക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് കൂടിയാണ് ചെയർപേഴ്സന്റെ പ്രഥമ ഉത്തരവാദിത്വം. തീരുമാനങ്ങൾ ഭൂരിപക്ഷ പ്രകാരമാകുമെങ്കിലും ഭൂരിപക്ഷം എന്ന് പറയുന്നത് ന്യൂനപക്ഷത്തെ അല്ലെങ്കിൽ മറുവശത്തെ സ്വരം അടിച്ചമർത്തായിരിക്കരുത്. അവരുടെ സ്വരവും കേൾക്കണം. തീരുമാനങ്ങൾ പിൻവലിച്ചോ അല്ലാതെയോ ആകാം. പക്ഷെ ആ ഒരു കാര്യം ജനാധിപത്യത്തിന്റെ എല്ലാ സൗന്ദര്യവും നിലനിർത്തി ഈ കൗൺസിൽ മുന്നോട്ട് നയിക്കാൻ ജഗദീശനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും രാഷ്ട്രീയ മത ജാതി ചിന്തകൾക്ക് അതീതമായി മൂവാറ്റുപുഴ നഗരസഭയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരുപോലെ പ്രാധാന്യം നൽകി പ്രവർത്തിക്കുമെന്ന് ജോയിസ് മേരി ആന്റണി പറഞ്ഞു. മൂവാറ്റുപുഴ നഗരസഭയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾക്കും ഒരേപോലെ തന്നെ പ്രാധാന്യം കൊടുത്ത് രാഷ്ട്രീയ മത ജാതി ചിന്തകൾക്ക് അതീതമായി ഒറ്റക്കെട്ടായി നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുവാനായിട്ട് ഞാനും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. 30 നഗരസഭയിൽ 1ാം വാർഡിൽ നിന്ന് വിജയിച്ച സ്വതന്ത്രൻ KK സുബേറിന്റെ ഉൾപ്പെടെ 20 വോട്ടുകൾ നേടിയാണ് ജോയിസ് മേരി ആന്റണി ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത്. LDF സ്ഥാനാർത്ഥി രജിത ടീച്ചർ 7 വോട്ടും NDA സ്ഥാനാർത്ഥി രാജശ്രീ രാജു 3 വോട്ടും നേടി. നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ജോയിസ് മേരി ആന്റണിക്ക് LDF അംഗം NM കിഷോർ, സ്വതന്ത്ര അംഗം ജയകൃഷ്ണൻ നായർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. എല്ലാവിധ ഭാവങ്ങളും തരുന്നു. എല്ലാവരെയും ഒറ്റക്കെട്ടായി കൊണ്ടുനടക്കാനുള്ള ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ക്രിയാത്മക പ്രതിപക്ഷം എന്നുള്ള രീതിയിലുള്ള എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നടത്തുന്നു.
രണ്ടാം തവണയാണ് ജോയ്സ് മേരി ആന്റണി മൂവാറ്റുപുഴ നഗരസഭയിലേക്ക് എത്തിയത്. മഹിളാ കോൺഗ്രസ് ജില്ലാ IT കോർഡിനേറ്റർ, KPCC റിസോഴ്സ് പേഴ്സൺ എന്നീ നിലകളിൽ പ്രവർത്തിച്ച പരിചയവും ജോയ്സ് മേരി ആന്റണിക്കുണ്ട്. 5 വർഷ ഭരണസമിതി കാലയളവിൽ ടേം അടിസ്ഥാനത്തിലാണ് UDF ചെയർപേഴ്സൺ സ്ഥാനം നൽകിയിരിക്കുന്നത്. ആദ്യ 2 വർഷം ജോയ്സ് മേരി ആന്റണിക്കും തുടർന്നുള്ള 1 വർഷം P രജിതയ്ക്കും അവസാന 2 വർഷം അസംബേഗത്തിനുമാണ് ചെയർപേഴ്സൺ സ്ഥാനം നൽകാൻ ധാരണയായിരിക്കുന്നത്. മൂവാറ്റുപുഴ നഗരസഭ വൈസ് ചെയർമാനായി UDF-ലെ അബ്ദുൽ സലാമിനെ തെരഞ്ഞെടുത്തു. 20 വോട്ടുകൾ നേടിയാണ് അബ്ദുൽ സലാം തെരഞ്ഞെടുക്കപ്പെട്ടത്. മൂവാറ്റുപുഴ നഗരസഭയിൽ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടത്തി. 9ാം വാർഡ് കൗൺസിലർ അബ്ദുൾ സലാമിനെ UDF സ്ഥാനാർത്ഥിയായി 25ാം വാർഡ് കൗൺസിലർ P രജിത നിർദ്ദേശിച്ചു. 19ാം വാർഡ് കൗൺസിലർ ഷിത റാണി തോമസ് P രജിതയുടെ നിർദ്ദേശത്തെ പിന്തുണച്ചു. 23ാം വാർഡ് കൗൺസിലർ സജി TA LDF-ന്റെയും 22ാം വാർഡ് കൗൺസിലർ KS ജയകൃഷ്ണൻ നായർ NDA-യുടെയും വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥികളായി. 30-അംഗ നഗരസഭയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി അബ്ദുൾ സലാം മൂവാറ്റുപുഴ നഗരസഭ വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1ാം വാർഡിൽ നിന്നും സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച KK സുബൈറിന്റെ ഉൾപ്പെടെ 20 വോട്ടുകൾ നേടിയാണ് മുസ്ലിം ലീഗ് അംഗം അബ്ദുൾ സലാം വിജയിച്ചത്. തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് അബ്ദുൾ സലാം മൂവാറ്റുപുഴ നഗരസഭ വൈസ് ചെയർമാനായി സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റെടുത്തു. ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെ എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. രാഷ്ട്രീയത്തിന് അതീതമായി 30 വാർഡുകളും ഒരേപോലെ കണ്ട് 30 വാർഡുകളിലും ഒരേപോലെ വികസനവും അതുപോലെ ശുചീകരണ പ്രവർത്തനങ്ങളും വികസന കാഴ്ചപ്പാടുകൾ ഒരേ രീതിയിൽ നടപ്പാക്കാൻ ഈ കൗൺസിലർമാരുമായി പൂർണ്ണമായ സഹകരണത്തോടെ രാഷ്ട്രീയം ഇലക്ഷനോടുകൂടി കഴിഞ്ഞു. ഇനി നമ്മുടെ നഗരത്തിൻ്റെ വികസനമാണ് നമ്മുടെ ലക്ഷ്യം. അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരായ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അടക്കമുള്ള കൗൺസിലേഴ്സുമായി ബന്ധപ്പെട്ട് അവരുമായി ആലോചിച്ച് നമ്മളാക്കിയ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി ആലോചിച്ച് നമ്മുടെ നഗരത്തിൻ്റെ വികസനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് എല്ലാ വികസന പ്രവർത്തനങ്ങളും പെൻഡിങ് കിടക്കുന്നതടക്കം അതുപോലെ മുൻപ് നടപ്പാക്കി തുടക്കം കുറിച്ചത് അടക്കമുള്ളതെല്ലാം വളരെ ഗതിവേഗത്തിൽ പൂർത്തിയാക്കുവാൻ ഉള്ള ശ്രമം നടത്തും. തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് അബ്ദുൾ സലാമിനെ UDF അംഗങ്ങളും പ്രവർത്തകരും ചേർന്ന് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി സജി TA 7 വോട്ടും NDA സ്ഥാനാർത്ഥി KS ജയകൃഷ്ണൻ നായർ 3 വോട്ടുകളും നേടി. മൂവാറ്റുപുഴ DO സലാവുദ്ദീൻ പുല്ലത്ത് തെരഞ്ഞെടുപ്പിൽ വരണാധികാരിയായിരുന്നു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് UDF-ന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ വിജയാഘോഷം നടത്തി. നഗരസഭാ കാര്യാലയത്തിൽ നിന്ന് ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ റാലി നെഹ്റു പാർക്കിൽ സമാപിച്ചു. മൂവാറ്റുപുഴ നഗരസഭ ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് UDF-ന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ വിജയാഘോഷം നടത്തി. UDF കൗൺസിലർമാരുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിൽ നിന്നും ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ റാലി നെഹ്റു പാർക്കിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, വൈസ് ചെയർമാൻ PM അബ്ദുൾ സലാം, മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സാബു ജോൺ, ടൗൺ മണ്ഡലം പ്രസിഡന്റ് KA അബ്ദുൾ സലാം, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KM അബ്ദുൾ മജീദ്, PA ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇവിടെ ഈ ഒരു ഒത്തുചേർന്ന ഈ ഒരു ഐക്യം എന്നും നമ്മുടെ ഇടയിൽ ഉണ്ടാകണമെന്നും അത് ഈ നാടിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ നന്മ മങ്ങാതെ തിളക്കം മങ്ങാതെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്നുള്ള ഉറപ്പ് ഞങ്ങളുടെ നേതൃത്വത്തെ അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വരെ അത് തുടർന്നും നമ്മൾ ഈ ഐക്യം കാത്തു സൂക്ഷിച്ച് നമ്മുടെ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ഇലക്ഷനിൽ വോട്ടായി മാറുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ സ്വീകരണത്തിനും ഈ സ്നേഹത്തിനും എല്ലാം
ഈ കൗൺസിലിൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി നിങ്ങൾ എല്ലാവരും, എല്ലാ കൗൺസിലർമാരും ഐക്യജനാധിപത്യ മുന്നണിയും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ജോയ്സ് മേരി ആന്റണിക്കും വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട PVM സലാംക്കും അതുപോലെ തന്നെ മറ്റ് കൗൺസിലർമാർക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ UDF കൗൺസിലർമാരും UDF പ്രവർത്തകരും വിജയാഘോഷത്തിൽ പങ്കെടുത്തു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. 87 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച തൃക്കളത്തൂർ ചിറ സഹസ്ര സരോവർ പദ്ധതി കാടുകയറുന്നു. ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസന ഫണ്ടിൽ നിന്നും 87 ലക്ഷം രൂപ പ്രയോജനപ്പെടുത്തി 2015 പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തിയത്. കേരള ഭൂവികസന കോർപ്പറേഷനാണ് നവീകരണം നടത്തിയത്. കാർഷിക മേഖലയിൽ ജലസേചനത്തിനായും ശുദ്ധജല സ്രോതസ്സായും നീന്തൽ പരിശീലന കേന്ദ്രമായും പ്രയോജനപ്പെടുത്താവുന്ന വിധത്തിലാണ് ചിറ പുനരുജ്ജീവിപ്പിച്ചത്. എന്നാൽ നടപ്പാതയിൽ ഉൾപ്പെടെ കാട് കയറിയ സ്ഥിതിയാണ് നിലവിലുള്ളത്. പെരിയാർ വാലി കനാലിൽ നിന്ന് വെള്ളം എത്തിയാൽ മാത്രമേ തൃക്കളത്തൂർ ചിറയിലെ ശുദ്ധജല വിതരണ പദ്ധതി പ്രവർത്തിക്കുകയുള്ളൂ. എന്നാൽ ചിറയിൽ വെള്ളം ആവശ്യത്തിന് എത്താത്തത് മൂലം ശുദ്ധജല പദ്ധതിയും ജലസേചനവും ഇടയ്ക്കിടെ സ്തംഭിക്കുന്ന നിലയിലാണ്. തെരഞ്ഞെടുപ്പ് അനുബന്ധിച്ചാണ് പ്രവർത്തനങ്ങൾ മുടങ്ങിയതെന്നും പായിപ്ര പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചിറയിൽ ഓപ്പൺ ജിം മറ്റ് സൗന്ദര്യവത്കരണ പ്രവർത്തനങ്ങളും ഉടൻ ആരംഭിക്കുമെന്ന് വാർഡ് മെമ്പർ MC വിനയൻ അറിയിച്ചു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റായി അഡ്വക്കേറ്റ് CK ആരിഫ്, സെക്രട്ടറിയായി അഡ്വക്കേറ്റ് അജിത് LA, വൈസ് പ്രസിഡന്റുമാരായി അഡ്വക്കേറ്റ് പ്രവീൺ P, അഡ്വക്കേറ്റ് ഷീല V, ജോയിന്റ് സെക്രട്ടറിമാരായി അഡ്വക്കേറ്റ് അരുൺകുമാർ CS, അഡ്വക്കേറ്റ് ബബിത TH, ട്രഷററായി അഡ്വക്കേറ്റ് മഹേഷ് CP എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി അഭിഭാഷകരായ അജിസൽ മീരാസ്, ഏലിയാസ് KO, ജോർജ് ജോസ്, മുരളി മനോഹർ, സാംസൺ സതീശൻ, അഞ്ജുഷ അജയൻ, ഗോപിക ഗോകുൽ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ 34 വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി ഈ ക്രിസ്തുമസിന് നിങ്ങളെ വരവേൽക്കുന്നു. തൃക്കളത്തൂർ പുളിനാട്ട് PM ഏലിയാസ് 80 നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച 3-ന് മണ്ണൂർ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ. ഭാര്യ ചിന്നമ്മ, പുതുപ്പാടി അമ്പഴച്ചാലിൽ കുടുംബാംഗം. മക്കൾ സിബി, സിമി, സ്വപ്ന. മരുമക്കൾ സുബി വടക്കേക്കുറ്റ് പാലക്കുഴ, റോബിൻ ഇടിഞ്ഞുകുഴി തിരുവില്ലോമല, ഡോക്ടർ ടൈറ്റസ് P വർഗീസ് പാലമൂട്ടിൽ. Welcome to Vimalagiri International School, Muvattupuzha. Admissions are now open for the academic year 2026-2027 for pre-KG, LKG, UKG and 1 to 8 classes. Admissions are open for +1 classes also. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.